ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതേ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ലൊരു കളർ കിട്ടാനും അതിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും മിക്കവാറും ആൾക്കാർക്കുള്ളൊരു പ്രശ്നമല്ലേ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ ലിപ്പിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഈ ഒരു പാക്കും ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ക്രബ് തന്നെ ഞാൻ ചെയ്യുന്നത്, പക്ഷെ പാക്ക് വേറൊരു പാക്കാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. നല്ലൊരു കളറും കിട്ടും. ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ട് നമ്മുടെ ചുണ്ട് നല്ലൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യാമേ. അതിന് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡെഡ് സെൽസ് എല്ലാം ഇളകും. ഒരുപാടൊന്ന് പ്രസ് ചെയ്യണ്ട. ഒരു മിനിറ്റ് കേട്ടോ. മുൻപിസ്വരയൊക്കെ ആയി പോകും. അപ്പം നമ്മുടെ ചുണ്ടൊന്ന് സോഫ്റ്റ് ആവും. നമുക്ക് തുടച്ചോളാം. പഞ്ചസാരയൊക്കെ വായിപ്പോ. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒരു ശകലം തേന്, എന്നിട്ട് ഒരു കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ചുണ്ടിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ലിപ്പിന് നല്ലൊരു കളർ കിട്ടാനായിട്ട്. അപ്പം ഒരു ശകലം ബീട്രൂട്ട് ജ്യൂസ് കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം പോലാണ് നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ പറ്റിയിരിക്കണം. ഓക്കെ, നമുക്കിത് നമ്മുടെ ചുണ്ടിലിട്ട് കൊടുക്കാമേ. എന്നിട്ട് ഉള്ളിൽ പോവാതെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ ഇട്ടെടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. 5 മിനിറ്റ് ഇട്ടേക്കാം, നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ 5 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ടിട്ട് 5 മിനിറ്റ് ആയിരുന്നേ. അതാണ് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ. നമുക്ക് തുടച്ച് കളയാം. നല്ല പോലെ തുടച്ചിങ്ങനെ മതി. ഇപ്പോൾ തന്നെ നല്ല ചുണ്ട് നല്ല സോഫ്റ്റായി. നല്ല സോഫ്റ്റ് ആവും ചുണ്ട്.
ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യാം, കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എപ്പോഴും നെയ്യാട്ടോ ഇടുന്നത്. ആകുമ്പോൾ നമ്മുടെ ലിപ്പിന് ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഒരു ശകല നെയ്യ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ലിപ് കെയറാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഡാർക്ക് ലിപ്പൊക്കെ മാറിയിട്ട് നല്ലപോലെ ഒരു കളർ കിട്ടും ലിപ്പിന്. അതുപോലെ തന്നെ ലിപ്പ് നല്ല സോഫ്റ്റ് ആവുകയും പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും നമ്മുടെ ചുണ്ട് എപ്പോഴും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.